അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെറുതുരുത്തി പാലത്തിനടിയിൽ കേട്ടോ. ഇവിടെ രാവിലത്തെ കാഴ്ചകൾ ഒരു വേറെ ലെവൽ തന്നെയാണ്. നോക്ക് ഞങ്ങളുടെ നേരെ ബാക്കിലിട്ട് നോക്ക് ട്രെയിനൊക്കെ പോകണോക്ക്. പിന്നെ കുറേ ആൾക്കാർ ചിതാഭസ്മം പുഴയിലൊതുക്കാൻ നിബഞ്ജനം ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നിന്ന് പൊട്ടിയ പാലം, വേറെ ലെവൽ വൈബ് കാഴ്ചകളാണ് രാവിലെ. ഓക്കെ, നമുക്ക് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങൾ കാണാം. ആ വരി. വിശേഷങ്ങൾക്ക് സാക്ഷിയായുള്ള സ്ഥലമാണിത്. ഈ പുഴയും കടന്ന് നരസിംഹം അങ്ങനെ കുറേ ഈ ലോഹിദാസിന്റെ കൃതികൾ, അനേകമായ കൃതികൾ ഇവിടെയാണ് അദ്ദേഹം അല്ലേ ഇതാക്കിയിട്ടുള്ളത്. അതെ അതെ. ഇപ്പം നമ്മുടെ ഈ ഏരിയയിലുള്ള അടുത്തുള്ള ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഒരു ഭാഗമാണിട്ടത്. ഞങ്ങൾ ഇതേപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൽ ഞങ്ങൾ എത്തിപ്പെട്ടതാണ് ഷൊർണൂർ ചെറുതുരുത്തി പാലത്തിനടിയിൽ. വൈബ് സ്ഥലം ഒന്നും പറയുന്നത്. ആയുർവേദ കഞ്ഞി ഇവിടെ കിട്ടും എന്നാണ് നൗഫൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് പഞ്ചകർണം ഒരുപാട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു. ഇതിപ്പോ ഇറങ്ങി കളിച്ചില്ല. എപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയത്? അപ്പൊ ഞങ്ങൾ എന്നിങ്ങനെ ഈ ആ പാലത്തിനോട് കൈക്കൊണ്ടു അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകൾ കാണാന്നല്ലാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പൊ ഇറങ്ങിയതിനൊരു മുതലായിട്ടോ ഭയങ്കര ഇതാണ്. പിന്നെ കുറച്ചുകൂടി രാവിലെ കുറച്ചുകൂടി അതിരാവിലെ എത്തേണ്ടതായിരുന്നു എന്നൊരു ഇതുണ്ട്. അപ്പൊ ഒന്നും കൂടി വൈബായിരുന്നു. അത് കുഴപ്പമില്ല. കലാമണ്ഡപമല്ല, കലാമണ്ഡലം. ആ കലാമണ്ഡലം. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. അതന്നെ. സംസാരിക്കുന്നതിനിടയിൽ നൗഫൽ പെട്ടെന്ന് മുണ്ട് മടക്ക് കൂത്തിയിട്ട് ഓടിയിരിക്കണം. എന്താണ് പ്രഭാതാർമ്മ നിർവഹിച്ചിട്ടില്ല ഇന്ന് രാവിലെ അല്ലേ? ആ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നിർവഹിച്ചില്ലേ. എന്നാ എന്നെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ശുദ്ധമായ ഈ ജലം മലിനമാക്കരുതട്ടോ. ആ ശുദ്ധമായ ജലം സ്പേസുള്ള സ്ഥലമാണ്. പവിത്രമായ ഈ നദി പുഴ 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 ആ പുഴ. അതെ അതെ. മലപ്പുറം ഭാഷ എന്റെ ഭാഷ പറഞ്ഞോ? കുഴപ്പമില്ല. തീവണ്ടിന്റെ ഇടക്കിടക്ക് തീവണ്ടി പോകും. നിങ്ങള് ഞാനതാ പറഞ്ഞ കൊറേ സിനിമയിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. മറ്റേതൊക്കെ ഇതൊക്കെ ആയിട്ട് സീനുകളൊക്കെ. നോഫിൽ ഇതിന്റെ ഇതൊന്ന് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തെന്നാ ഇറങ്ങിക്കോ. ചാടിക്കോ ചാടിക്കോ. ആ കൊണ്ട് ടെസ്റ്റ് ചെയ്തോ? ഞാൻ ചാടിയിട്ട് കാര്യമില്ല, ഞാൻ പൊന്തി കിടക്കുള്ളൂ. എന്താ ചുഴിയാണ് ഇതിൽ പെട്ട പോയി തീർന്നു. അപ്പൊ അതാണ് നോക്കി മനോഹരമായ ആ തൂണുകളൊക്കെ നോക്കി കല്ലുകൊണ്ട് ബോട്ട് സർവീസ് തുടങ്ങിയിട്ടില്ല. ആ തുടങ്ങിയല്ല 10 മണി കഴിയുമെന്ന് പറഞ്ഞത്. 10 മണി കഴിഞ്ഞിട്ടാണ് ബോട്ട് സർവീസ്. അതെ അതെ. അപ്പൊ അതാണ് അവസ്ഥ. ഓക്കെ ഇത് അത്യാവശ്യം വെയിലുള്ള സമയം കേട്ടപ്പോ. പക്ഷെ നമ്മളെ വെള്ളത്തിന് ഭയങ്കര കൂളിംഗ് ആണ്. വർഷകാലത്ത് വർഷം കൂടി എന്താ ഈ പറഞ്ഞു? വർഷകാലത്ത് വർഷം കൂടി. അതാണ് ആ ഉദ്ദേശം. അതാണ് ഈ സമയത്ത് വെള്ളം കൂടിയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇവർക്ക് പ്രായം പറഞ്ഞില്ലേ? പ്രായം പറഞ്ഞിട്ട് അതാണ് അവസ്ഥ. മറ്റേ നീന്താ അറിയുന്ന നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളി. അതെ അതെ. അറബിക്കടലിൽ നീന്തി കിടന്ന ആളാണ് ഉപരി. അറബിക്കടലിൽ നീന്തി അതുണ്ട്. അത് അന്ന് പോയപ്പോ കണ്ടിക്കണേ. കണ്ട ആൾക്കാരൊക്കെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മരിച്ചവരുടെ ചിതാഭസ്മം ഇവിടെ പുഴയിൽ നിബഞ്ജനം ചെയ്യുക എന്ന മഹത്തായ ഒരു കർമ്മമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അല്ലേ ശാന്തി തരുന്നത്. അതെ അതെ. പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടല്ലേ ഈ വൈബ് സംഭവം തന്നെ. അവിടെ പാലം ആയിക്കോട്ടെ, അതിൻ്റെ തൊട്ടപ്പുറത്തെ പൊട്ടിയ പാലം അങ്ങനൊക്കെ ആയിട്ട് എന്താ ചെയ്യാ ശാന്തിയല്ലേ? അതെന്താ അറബിയിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അല്ലേ എന്താണോ അറബിയിൽ എഴുതിക്കണേ. അപ്പൊ പൊതുവെ ഒരു നല്ലൊരു വൈബ് സ്ഥലം. വൈകുന്നേരങ്ങളിൽ ഒന്നും കൂടി പൊളിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെയിൽ വന്ന് അപ്പോൾ ഷൊർണൂരിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചിരുന്നത്. നല്ല പ്രാവുകളുടെ കാഴ്ചകളുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാ പോളി വായ്പ് താനോ ഇത്ര വന്ദേഭാരത് കൊണ്ടാ വന്ദേഭാരത് കാണിച്ചിറക്കി. അപ്പോൾ ചങ്കളെ ഇതാണ് ഷൊർണൂർ പാലത്തിൻ്റെ, അതായത് ചെറുതുരുത്തി പാലത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ കേട്ടോ. വൈകുന്നേരങ്ങളും രാവിലെകളൊക്കെ ഇവിടെ ഒന്ന് ആനന്ദകരമാക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. തനി നാടൻ വള്ളോടാൻ കാഴ്ചകൾ ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമേ കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരു മറ്റേ ഷൊർണൂർ ചെറുതുരുത്തി വ്ളോഗാണിത് അല്ലേ? അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒഴിവ് ദിവസങ്ങളിൽ ഇവിടെ വന്ന് നമ്മുടെ ആനന്ദകരമായ ഒരു വൈബ് ആസ്വദിക്കുക. ഓക്കെ.